ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ തുടങ്ങാം. ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ ശകലം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം. അതിനുശേഷം ഇച്ചിരി ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കുവേ. ഉലുവ പൊട്ടിച്ച് വെച്ച ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇച്ചിരി തോനെ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളി തോനെ ചേർക്കുമ്പോൾ തോനെ നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ കറിക്ക്. ഒരു 10 ചുമന്നുള്ളിയെങ്കിലും എടുത്തിട്ടുണ്ട്. കണ്ടോ? നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതൊരുവിധം ഒന്ന് വഴറ്റി കഴിയുമ്പം അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അത് നന്നായി വഴറ്റിയെടുക്കുക. ചെറിയ ബ്രൗൺ കളറാകുന്നിടം വരെ ഒന്ന് വഴറ്റണം. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം ബ്രൗൺ കളറായി. ഒരുപാട് കരിയരുത്, ഇത്ര ആയാൽ മതി. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടി, മല്ലിപ്പൊടി അതിട്ട് കൊടുക്കണം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ. മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുത്ത് വെച്ചതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ. ഞാനിവിടെ 3 സ്പൂൺ മല്ലിപ്പൊടിയും 3.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. ഞാൻ മല്ലിപ്പൊടി ഇച്ചിരി തോനെ ചേർത്ത കറി വെക്കുന്നത്. എരിവ് കുറവ് മതി ഞങ്ങൾക്കതുകൊണ്ട്. മല്ലിപ്പൊടി ഇച്ചിരി തോനെ ചേർക്കാനാണെങ്കിൽ വലിയ എരിവ് തോന്നിക്കത്തില്ല. കറിക്കൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. നന്നായിട്ട് ഇളക്കി ചെറിയൊരു ബ്രൗൺ കളറാവുന്നതിന് വരെ ഇളക്കി കൊടുക്കണം. ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം മാറിക്കഴിയുമ്പോൾ വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ പുളി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ല കുറുക്ക ചാറാണ്. ചാറ് തോനെ വേണ്ടുന്നവർക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞങ്ങൾക്കിവിടെ ചാറ് തോനെ വേണ്ടുന്നതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഇനി നമുക്കത് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കാം. ഇനി നോക്കാം, തിളച്ചോന്ന് നോക്കാം. നന്നായിട്ട് വെട്ടി തിളച്ചിടണം. നല്ല മണം വരുന്നുണ്ട് ഉപ്പിൻ്റെയും പുളിയുടെയൊക്കെ. ഇനി നമുക്ക് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഴുവ അല്ലെ കിരിയാൻ, നിങ്ങളെന്താ പറയുന്നത്? ഞങ്ങളിവിടെ കൊഴുവ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് കൊഴുവ മാത്രമല്ല കേട്ടോ, 2-3 ചൂരത്തലയും കൂടി ഉണ്ട്. മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം തവി കൊണ്ട്. മീനെല്ലാം ചാറിനകത്തോട്ട് അടിയിലോട്ടാകുന്ന രീതിയിൽ ഇളക്കി മിക്സാക്കി കൊടുക്കണം. ആ ചാറെല്ലാം മീനെ തട്ടി നിൽക്കണം. കണ്ടോ? ഇത് എണ്ണയൊക്കെ കുറച്ച് വെക്കുന്ന കറിയാണ് കേട്ടോ. മല്ലിപ്പൊടിയൊക്കെ തോനെയിട്ട് വെക്കുന്ന ഒരു വെറൈറ്റി ടേസ്റ്റുള്ള കറിയാണ്. ശേഷം അടച്ച് വെച്ച് വേവിക്കാൻ വെക്കണം. നമുക്ക് വെന്തോന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് പറ്റി എണ്ണയൊക്കെ സൈഡിൽ തങ്ങിയിട്ടുണ്ട്. കറി നന്നായിട്ട് വെന്തെന്നുള്ള തെളിവ്. എണ്ണയൊക്കെ നന്നായിട്ട് സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. നല്ല മണം അടിക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള